ICSE ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 95/2024. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സുരേന്ദ്രനാഥ ബാനർജി. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? താഴെ പറയുന്നവരിൽ പ്രാർത്ഥനാ സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി, ആത്മാറാം പണ്ടൂരംഗ്. നാലാമത്തെ ചോദ്യം, നാവിക കലാപം നടന്നത് എവിടെയാണ്? നാവിക കലാപം നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി, ബോംബെ. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഡോക്ടർ BR അംബേദ്കർ. ആറാമത്തെ ചോദ്യം, ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏതാണ്? ഇന്ത്യ മൗലികാവകാശങ്ങൾ കടം കൊണ്ട രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ, അമേരിക്ക. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, 42ാം ഭേദഗതി. എട്ടാമത്തെ ചോദ്യം, ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഭരണഘടനയിൽ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഒൻപതാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മാർഗനിർദ്ദേശക തത്വങ്ങൾ. പത്താമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഭാഗം 4A. 11ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? ഉത്തരം ഓപ്ഷൻ സി, ആറ്റിങ്ങൽ കലാപം. 12ാമത്തെ ചോദ്യം, 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ, കെ കേളപ്പൻ. 13ാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് തിരഞ്ഞെടുക്കുക. 1. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. അത് ശരിയാണ്. 1859 മാറുമറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും അനുവദിച്ചുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മഹാരാജാവാണ്. അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരിയാണ്. 14ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. 15ാമത്തെ ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗൗരി പാർവതിബായ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആര്? ഉത്തരം ഓപ്ഷൻ എ, ഷു ഫെയ്ഹോങ്. 17ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, KV മനോജ് കുമാർ. 18ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ പറയുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ സംയോജിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ പേര് താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, പഞ്ചാബ്. 19ാമത്തെ ചോദ്യം, ആരായിരുന്നു പോറ്റി ശ്രീരാമലു? ആരായിരുന്നു പോറ്റി ശ്രീരാമലു?
ഉത്തരം ഓപ്ഷൻ ഡി. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായുള്ള നിരാഹാര സമരത്തെ തുടർന്ന് മരണമടഞ്ഞ വ്യക്തി. 20ാമത് ചോദ്യം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്താൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഒന്നു മാത്രം യോജിക്കാത്തതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ബിലായ് USA. അതാണ് തെറ്റായിട്ടുള്ളത്. ബിലായ് റഷ്യയുടെ സഹായത്താലെയാണ് സ്ഥാപിച്ചത്. ബൊക്കാരോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അതെല്ലാം ശരിയാണ്. ബിലായ് റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 21ാമത്തെ ചോദ്യം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ. ഡോക്ടർ APJ അബ്ദുൽ കലാം. 22ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ അഭിമുഖീകരിച്ച ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ? അതായത് താഷ്കന്റ് കരാർ ഉടമ്പടി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ബി. 1965 പാകിസ്ഥാനുമായുള്ള യുദ്ധം. 23ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്തിടെ കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? കേരളത്തിലെ ഏത് നഗരത്തിലാണ് ഈ അടുത്ത കാലത്ത് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി. കോഴിക്കോട്. 24ാമത്തെ ചോദ്യം. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഓം പ്രകാശ് ബിർള. 25ാമത്തെ ചോദ്യം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലൂടെ ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. അത് ശരിയാണ്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. അതും ശരിയാണ്. കേരളത്തിന്റെ കിഴക്കൻ മേഖലയുടെയാണ് കടന്നു പോകുന്നത്. അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 26ാമത് ചോദ്യം. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 1. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് ശരിയാണ്. 2. ധാരാളമായ മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അതും ശരിയാണ്. ഇവിടെ 30°C മുകളിൽ താപനില അനുഭവപ്പെടുന്നു. അത് തെറ്റാണ്. 30° താഴെയാണ് അനുഭവപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 27ാമത് ചോദ്യം. കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിന്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? 580 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. അത് ശരിയാണ്. 2. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട്. അതും ശരി. 3. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നു. അതും ശരിയാണ്. 4. 680 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിലെ തീരപ്രദേശം. അത് തെറ്റാണ്. മുകളിൽ പറഞ്ഞ പോലെ 580 കിലോമീറ്റർ നീണ്ടുകിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. ഇതിലെ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഉത്തരം ഓപ്ഷൻ സി. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 28ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. അത് തെറ്റാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41 എണ്ണമാണ്. 3. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. 29ാമത് ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. ശാസ്താം കോട്ടക്കായൽ. 30ാമത് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അത് ശരിയാണ്. 2. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ശരിയാണ്. 3. പമ്പ നദിയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. അത് തെറ്റാണ്. പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 31ാമത് ചോദ്യം. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ്, അത് ശരിയാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നു, അതാണ് തെറ്റായിട്ടുള്ളത്. വരയാടുകളെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ കാണാൻ സാധിക്കുന്നത്. സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിലാണ് കാണുന്നത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, ഇടുക്കി. 33ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്, അത് ശരിയാണ്. മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ്, അതും ശരിയാണ്. 3, മാനുവൽ ഫെഡറിക് ഒളിമ്പിക്സിൽ വെള്ളി മെഡലാണ് നേടിയത്, അത് തെറ്റാണ്. വെങ്കല മെഡലാണ് നേടിയത്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 34ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഏത്? 1, 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ച്, അത് ശരിയാണ്. 2, കേരളത്തിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരളത്തിലെ ഗവർണർ. 3, കേരളത്തിലെ ഔദ്യോഗിക ഭാഷയാണ് മലയാളം, ഇംഗ്ലീഷ് എന്നിവ, അതും ശരിയാണ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മയിലാണ്, അതും തെറ്റാണ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. 35ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യയിലെ ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, ആരവല്ലി. 36ാമത്തെ ചോദ്യം, സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? സിവാലിക് മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു, അതും ശരിയാണ്. ബ്രഹ്മപുത്ര സമതലത്തിന് അതിരായി നിലകൊള്ളുന്നു, അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ എ, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. 37ാമത്തെ ചോദ്യം, ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഗംഗാ സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1, പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചു കിടക്കുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ തെക്കായി സ്ഥിതി ചെയ്യുന്നു, അത് തെറ്റാണ്. തെക്കല്ല, കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 38ാമത്തെ ചോദ്യം, നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നർമ്മദാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് നർമ്മദ, അത് തെറ്റാണ്. ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. നർമ്മദ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു, അത് ശരിയാണ്. നർമ്മദാ നദിയുടെ ഉത്ഭവം മധ്യപ്രദേശിലെ അമർകണ്ടക് ആണ്, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 39ാമത്തെ ചോദ്യം, ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആനമുടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ആനമുടി പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്, അത് ശരിയാണ്. ആനമുടി തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്, അത് തെറ്റാണ്. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3, ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ആനമുടി കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഉത്തരം ഓപ്ഷൻ എ, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, കോഴിക്കോട്. ഇതൊരു പ്രാവശ്യം ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ. 41ാമത്തെ ചോദ്യം, ഫെയ്ത്ത് ബിഹൈൻഡ്സ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഫെയ്ത്ത് ബിഹൈൻഡ്സ് ദ ഗ്രിൽ എന്ന ആത്മകഥ ഏത് ഇന്ത്യൻ കായിക താരത്തിൻ്റെതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, PR ശ്രീജേഷ്. 42ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ്?
ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ് മലയാളി കായിക താരം ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 43ാമത് ചോദ്യം. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഇത് ഏത് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ചെനാബ്. 44ാമത്തെ ചോദ്യം. മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? മിയാൻഡർ ഈ ഭൂരൂപത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപീകരണ സഹായി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ നദി. 45ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭൗതികമാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏത്? താഴെ പറയുന്നവയിൽ ഭൗതികമാറ്റം സൂചിപ്പിക്കുന്ന പ്രക്രിയ ഏതാണ്? 1. പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നു. ഭക്ഷണം ദഹിക്കുന്നു. മെഴുക് ഉരുകുന്നു. 1, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 46ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് വായ്പാ നിയന്ത്രണം, കറൻസി നോട്ട് അച്ചടിക്കൽ, നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ, ഗവൺമെന്റിന്റെ ബാങ്ക്. ഉത്തരം ഓപ്ഷൻ സി ആണ്. നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ്. 47ാമത്തെ ചോദ്യം. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏത്? ISRO 2023 സെപ്റ്റംബർ 2 നടപ്പാക്കിയ ദൗത്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആദിത്യ L1. 48ാമത്തെ ചോദ്യം. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യ കൃതികൾക്കാണ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി അയർലാൻഡ് ആൻഡ് UK. 49ാമത്തെ ചോദ്യം. രാജാറാം മോഹൻ റായെക്കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രാജാറാം മോഹൻ റായെക്കുറിച്ച് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, സതിയെ എതിർത്തു, ആര്യസമാജം സ്ഥാപകൻ, ആധുനിക വിദ്യാഭ്യാസം നേട്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ആര്യസമാജ സ്ഥാപകൻ. ആര്യസമാജ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. 50ാമത്തെ ചോദ്യം. SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? SIP എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. 51ാമത്തെ ചോദ്യം. വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം ഹാർവേ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ രക്തചംക്രമണം. 52ാമത്തെ ചോദ്യം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി BR അംബേദ്കർ. 53ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ സി വൃക്ക. 54ാമത്തെ ചോദ്യം. ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ലാക്റ്റിക് ആസിഡ്. 55ാമത്തെ ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഉത്തരം ഓപ്ഷൻ എ കണ. 56ാമത്തെ ചോദ്യം. സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? സങ്കരയിനം വിളകളെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഉജ്ജ്വല നെൽവിത്തിന് ഉദാഹരണമാണ്. അത് തെറ്റാണ്. ഉജ്ജ്വല സങ്കരയിനം മുളകാണ്. ജ്യോതിക സങ്കരയിനം പയർവിത്ത് ഉദാഹരണമാണ്. അത് ശരിയാണ്. കിരൺ സങ്കരയിനം വെണ്ടയാണ്. അതും ശരിയാണ്. മുക്തി സങ്കരയിനം വഴുതനയാണ്. അത് തെറ്റാണ്. മുക്തി സങ്കരയിനം തക്കാളിയാണ്. ഇതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3 ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ബി. 57ാമത്തെ ചോദ്യം. ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ദേശീയ ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ 14. 58ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഉത്തരം ഓപ്ഷൻ സി MS സ്വാമിനാഥൻ. 59ാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. 60ാമത്തെ ചോദ്യം. താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്?
താഴെ പറയുന്ന ഏതെല്ലാം ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്റർ പ്രവർത്തിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്, 1ഉം 2ഉം. അതായത് ദ്രാവകത്തിൽ സങ്കോചിക്കാനുള്ള കഴിവ്, ദ്രാവകത്തിൻ്റെ വികസിക്കാനുള്ള കഴിവ്. 61ാമത്തെ ചോദ്യം, പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏതാണ്? പ്രകാശ പ്രകീർണനത്തിന് പ്രകൃതിയിൽ നിന്നുള്ള ഒരു ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മഴവില്ല്. പ്രകീർണനം എന്ന് പറഞ്ഞാൽ ഒരു സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രക്രിയയാണ് പ്രകീർണനം. അതിനുദാഹരണം മഴവില്ല്. 62ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ദോലനത്തിന് ഉദാഹരണം ഏതാണ്? താഴെ പറയുന്നതിൽ ദോലനത്തിന് ഉദാഹരണം ഏത്? പമ്പരം കറങ്ങുന്നത്, അത് ഭ്രമണചലനമാണ്. ഞെട്ടറ്റു വീഴുന്ന മാമ്പഴത്തിൻ്റെ ചലനം നേർരേഖാ ചലനമാണ്, അതായത് ലീനിയർ മോഷൻ. ഊഞ്ഞാലിൻ്റെ ചലനം അത് ദോലനത്തിനാണ് ഉദാഹരണം. ഊഞ്ഞാലിൻ്റെ ചലനം ദോലന ചലനമാണ്. പിന്നെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ചലനം ക്രമാവർത്തന ചലനമാണ്, അതായത് പീരിയോഡിക് മോഷൻ. 63ാമത്തെ ചോദ്യം, ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഒരു സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, സൗരോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. 64ാമത്തെ ചോദ്യം, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്, അത് ശരിയാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹൈഡ്രജന് നിറം, മണം, രുചി എന്നിവ ഇല്ല. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി. 65ാമത്തെ ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് താഴെ പറയുന്ന ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തമാണ്? ഉത്തരം ഓപ്ഷൻ എ, ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തത്തിനും അതിൻ്റെ സങ്കലനത്തിനും. 66ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇന്ത്യയുടെ സൂര്യദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു. ഇതിൽ ആദിത്യ L1 എന്ന പേരിലുള്ള L1 എന്നത് എന്നിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, ലഗ്രാഞ്ചിയൻ പോയിന്റ് 1. 67ാമത്തെ ചോദ്യം, ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഡ്രൈ ഡേ ആചരിക്കുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഡെങ്കിപ്പനി. 68ാമത്തെ ചോദ്യം, അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ പരത്തുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, മലമ്പനി. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനിയും ഈഡിസ് ഈജിപ്തിയാണ് പരത്തുന്നത്. 69ാമത്തെ ചോദ്യം, ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ക്ഷയരോഗത്തിൻ്റെ രോഗകാരി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. 70ാമത്തെ ചോദ്യം, ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹീമോഫീലിയ. 71ാമത്തെ ചോദ്യം, ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ, നവംബർ 14. 72ാമത്തെ ചോദ്യം, പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാം? എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 4ഉം. 73ാമത്തെ ചോദ്യം, ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏത്? ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാംസ്യം. 74ാമത്തെ ചോദ്യം, ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് നിശാന്തത എന്ന രോഗത്തിന് കാരണം? ഉത്തരം ഓപ്ഷൻ എ, വിറ്റാമിൻ എ. 75ാമത്തെ ചോദ്യം, സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, വയോ അമൃതം. 76ാമത്തെ ചോദ്യം,
HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്നേഹപൂർവം. 77ാമത്തെ ചോദ്യം. കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ, ഇടുക്കി. 78ാമത്തെ ചോദ്യം. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ശൈലി. 79ാമത്തെ ചോദ്യം. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞർ ആരെല്ലാം? തന്നിരിക്കുന്നത് കാറ്റലിൻ കാരിക്കോ വരുന്നുണ്ട്, ലൂയി ബ്രസ്, ഡ്രൂ വൈസ്മാൻ. അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയവർ ഗ്യാരി റുവ്കുൻ, വിക്ടർ ആംബ്രോസ് എന്നിവർക്കാണ് ലഭിച്ചത്. 80ാമത്തെ ചോദ്യം. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നെതർലാൻഡ്സ്. 2023 നെതർലാൻഡ്സിലെ 2024 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 110/2021. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരിച്ചറിയുക. ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോർ നടത്തുവാൻ കേരളവർമ്മ പഴശ്ശിരാജയെ സഹായിച്ചവരെ തിരിച്ചറിയുക. തന്നിരിക്കുന്നത് ചെമ്പൻ പോക്കർ, പാലിയത്തച്ചൻ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. ഉത്തരം ഓപ്ഷൻ സി ആണ് വരുന്നത്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ. രണ്ടാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക. അതാണ് തെറ്റായിട്ടുള്ളത്, ഇടപെടാതിരിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ, അത് ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അത് തെറ്റാണ്. കോണ്ടിനെന്റൽ കോൺഗ്രസ്, അത് ശരിയാണ്. പാരീസ് ഉടമ്പടി, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. നാലാമത്തെ ചോദ്യം. ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? ഫ്രാൻസിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് ബാങ്കന്മാർ, പ്രഭുക്കന്മാർ, എഴുത്തുകാർ, അഭിഭാഷകർ. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. ബാങ്കർമാർ, എഴുത്തുകാർ, അഭിഭാഷകർ എന്നിവ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടവരാണ്. പ്രഭുക്കന്മാർ വരുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ്. അഞ്ചാമത്തെ ചോദ്യം. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് കലാപസ്ഥലങ്ങളും നേതാക്കന്മാരും. 1 ഝാൻസി റാണി ലക്ഷ്മിബായി, അത് ശരിയാണ്. ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, അതും ശരിയാണ്. കാൺപൂർ നാനാ സാഹിബ്, അതും ശരിയാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള, അതും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം. പ്രശസ്തരുടെ സമാധിസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പ്രശസ്തരുടെ സമാധിസ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് രാജ്ഘട്ട്. രാജ്ഘട്ട് മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലമാണ്. ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധിയുടെ സമാധിസ്ഥലമാണ്. വീർഭൂമി രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമാണ്.
ശാന്തിനികേതനാണ് പ്രശസ്തരുടെ സമാധി സ്ഥലങ്ങളിൽ ഉൾപ്പെടാത്തത്. 7ാമത്തെ ചോദ്യം, 0 ഡിഗ്രി രേഖാംശരേഖയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 0 ഡിഗ്രി രേഖാംശരേഖയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ്? ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നു, അത് തെറ്റാണ്. ഭൂമധ്യരേഖ എന്ന് വിളിക്കപ്പെടുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. ഗ്രീനിച്ച് രേഖാംശം എന്നറിയപ്പെടുന്നു, അത് ശരിയാണ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നറിയപ്പെടുന്നു, അതും തെറ്റാണ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന് പറയുന്നത് 180 ഡിഗ്രി രേഖാംശ രേഖയാണ്. പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കപ്പെടുന്നു, അതും ശരിയാണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. 8ാമത്തെ ചോദ്യം, ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതിനാണ്? ഭൂമിയിലെ എല്ലാത്തരം ശിലകളുടെയും പൂർവിക സ്ഥാനം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതിനാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആഗ്നേയ ശിലകൾ. 9ാമത്തെ ചോദ്യം, കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. കാറ്റിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തിരഞ്ഞെടുക്കുക. 1 മർദ്ദച്ചരിവ്, മാനബലം, അത് ശരിയാണ്. കൊഹിഷൻ ബലം, ഘർഷണ ബലം, കൊറിയോലിസ് ബലം, അതും ഉൾപ്പെടുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. കൊഹിഷൻ ബലം ഉൾപ്പെടുന്നില്ല. 10ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, ബാരൻ ദ്വീപ്. 11ാമത്തെ ചോദ്യം, പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പസഫിക് മഹാസമുദ്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏറ്റവും ആഴം കൂടിയ സമുദ്രം, അത് ശരിയാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നു, അത് തെറ്റാണ്. എസ് ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ഭൗമോപരിതലത്തിന്റെ 1/6 ഭാഗം വിസ്തൃതിയുണ്ട്, അത് തെറ്റാണ്. അനേകായിരം ചെറുതും വലുതുമായ ദ്വീപുകൾ കാണപ്പെടുന്നു, അതും ശരിയാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി. 12ാമത്തെ ചോദ്യം, കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതെല്ലാം? തന്നിരിക്കുന്നത് പത്കായിബും ജയന്തിയ കുന്നുകൾ, പശ്ചിമഘട്ടം, പൂർവഘട്ടം. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്ന കുന്നുകൾ പത്കായിബും ജയന്തി കുന്നുകളുമാണ്. ഉത്തരം ഓപ്ഷൻ ബി. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ. 14ാമത്തെ ചോദ്യം, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി 5. 15ാമത്തെ ചോദ്യം, വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആരാണ്? വികസനത്തിന്റെ LPG മാതൃക ഇന്ത്യയിൽ കൊണ്ടുവന്ന ധനകാര്യമന്ത്രി ആര്? ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ മൻമോഹൻ സിംഗ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ധാതുവിഭവങ്ങളുടെ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏജന്റുകളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇവയിൽ ശരിയായ ജോഡി ഏതാണ്? തന്നിരിക്കുന്നത് GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കമ്മീഷൻ, HCL ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ്. ഇവ 3ഉം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 4ആണ് ശരിയായിട്ടുള്ളത്. ഇവയെല്ലാം ശരിയാണ്. 17ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1 സുസ്ഥിര വികസനം പരിസ്ഥിതി സൗഹാർദ്ദമാണ്, അത് ശരിയാണ്. കൽക്കരിയും പെട്രോളും പുതുക്കാൻ സാധിക്കുന്ന വിഭവങ്ങളാണ്, അത് തെറ്റാണ്. ആഗോളതാപനം ഭൗമാന്തരീക്ഷത്തിലുള്ള താപവർധനയെ സൂചിപ്പിക്കുന്നു, അതും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 18ാമത് ചോദ്യം, 2019-20 ഇന്ത്യയിലെ ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക മേഖലയുടെ സംഭാവന എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി 16.5%. 19ാമത് ചോദ്യം, 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആരാണ്? 2020 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാക്കൾ ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2024 ഡാരോൺ അസമോഗ്ലു, സൈമൺ ജോൺസൺ,
ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത്. 20ാമത്തെ ചോദ്യം, ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു? ഒന്നാം പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, എ.കെ. ഗോപാലൻ. 21ാമത്തെ ചോദ്യം, കേരളത്തിലെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? കേരളത്തിന്റെ തെക്കേയറ്റത്തെ നിയമസഭാ മണ്ഡലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര. 22ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കി ഓൺലൈൻ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത് ഏത് ചാനൽ വഴിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വിക്ടേഴ്സ് ചാനൽ. 23ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഭരണഘടനയുടെ 352 വകുപ്പ് പ്രയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ. 24ാമത്തെ ചോദ്യം, കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റി എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് ആര്? കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റി എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കേരള കയർ കോർപ്പറേഷൻ. 25ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരാണ്? ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആര്? ഉത്തരം ഓപ്ഷൻ എ, ഡോക്ടർ PM മുബാറക് പാഷ. 26ാമത്തെ ചോദ്യം, സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശമാണ് ഏത്? സമാധാനപരമായി ആയുധമില്ലാതെ സംഘടിക്കുവാനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 27ാമത്തെ ചോദ്യം, ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വയനാട്. 28ാമത്തെ ചോദ്യം, വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരം ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ കേരളത്തിലെ ഒരു കർഷക സമരത്തെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടതാണ്. ആ സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, മലബാർ കർഷക സമരം. 29ാമത്തെ ചോദ്യം, പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടന ഭേദഗതി ഏതാണ്? പിന്നോക്ക വിഭാഗ പട്ടിക തയ്യാറാക്കാൻ അതത് സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം തിരിച്ചു നൽകുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, 127ാം ഭരണഘടനാ ഭേദഗതി. 30ാമത്തെ ചോദ്യം, ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയുമായി ചേർന്ന് വിദ്യാശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്. 31ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം BR ഗവായ്. 32ാമത്തെ ചോദ്യം, ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏതാണ്? ഏറ്റവും നല്ല കർഷകന് കേരള സർക്കാർ നൽകുന്ന അവാർഡ് ഏത്? ഉത്തരം ഓപ്ഷൻ എ, കർഷകോത്തമ. 33ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പെടുന്നത്. റെയിൽവേ, കമ്പിത്തപാൽ, ബാങ്കിംഗ് ഒക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. 34ാമത്തെ ചോദ്യം, അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണജല സന്തുലനാവസ്ഥ നിലനിർത്തുന്നു. അൽഡോസ്റ്റിറോൺ ഹോർമോണാണ് അത് അഡ്രിനലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാൽസ്യത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ലൈംഗിക വളർച്ചയെയും ധർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നു. അതും ശരിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നു. അത് അഡ്രിനലല്ല. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 35ാമത്തെ ചോദ്യം,
അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അപര്യാപ്തതാ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. അയഡിൻ ചേർത്ത ഉപ്പ് നിർബന്ധമാക്കുക വഴി ഉന്മൂലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അപര്യാപ്തതാ രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ് 1ഉം 3ഉം. ക്രിറ്റിനിസം, മിക്സിഡിമ. 36ാമത് ചോദ്യം. നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് 2ഉം 3ഉം. 2ഉം 3ഉം. പൊതുജന പങ്കാളിത്തത്തോടെ ഒരു പ്രദേശം സംരക്ഷിക്കപ്പെടുക. വന്യജീവി സംരക്ഷണത്തോടൊപ്പം പ്രകൃതി വിഭവങ്ങളും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുക. 37ാമത് ചോദ്യം. എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം എന്ത് തരം രോഗാണുവാണ് ഉണ്ടാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ബാക്ടീരിയ. 38ാമത് ചോദ്യം. ആശാപ്രവർത്തകരുടെ യോഗ്യത. ഇതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആശാപ്രവർത്തകരുടെ യോഗ്യത. തെറ്റായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. തന്നിരിക്കുന്നത് +2 പാസ്സായിരിക്കണം. അതാണ് തെറ്റായിട്ടുള്ളത്. 8ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അതേ പഞ്ചായത്തിലെ വ്യക്തി ആയിരിക്കണം, അത് ശരിയാണ്. ഒരു വനിത ആയിരിക്കണം, അതും ശരിയാണ്. 25 to 45 വയസ്സ് പ്രായപരിധിയിലുള്ള ആളായിരിക്കണം, അതും ശരിയാണ്. 39ാമത് ചോദ്യം. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണ അംഗീകാരം കിട്ടിയ കോവിഡ് വാക്സിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഫൈസർ. 40ാമത് ചോദ്യം. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രക്തസമ്മർദ്ദത്തെ പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് പുകവലി രക്തസമ്മർദ്ദം കൂട്ടും, അത് ശരിയാണ്. രക്തസമ്മർദ്ദം പരിശോധിക്കാൻ രക്തസാമ്പിൾ ആവശ്യമില്ല, അതും ശരിയാണ്. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് കൂടാൻ കാരണമാകില്ല, അത് തെറ്റാണ്. ഉപ്പ് അധികം ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ സാധ്യത ഉണ്ട്. രക്തസമ്മർദ്ദം വീട്ടിലിരുന്ന് പരിശോധിക്കാം, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി. 41ാമത് ചോദ്യം. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരള സർക്കാരിന്റെ ആർദ്രം പദ്ധതിയെപ്പറ്റി തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ശരിയായിട്ടുള്ളത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുക, രോഗി സൗഹൃദ ആശുപത്രിയാക്കുക, മാതൃ ശിശു സേവനങ്ങൾ ലഭ്യമാക്കുക, അതും ശരിയാണ്. 42ാമത് ചോദ്യം. ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഏറ്റവും കൂടുതൽ വീക്ഷണ വിസ്തൃതിയുള്ളത് ഏത് തരം ദർപ്പണങ്ങൾക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി, കോൺവെക്സ്. 43ാമത് ചോദ്യം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ വരച്ചാൽ ചോക്ക് കണങ്ങൾ ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം ഓപ്ഷൻ എ, അഡീഷൻ ബലം. 44ാമത് ചോദ്യം. 1000 കിലോഗ്രാം മാസുള്ള കാറും 2000 കിലോഗ്രാം മാസുള്ള ബസ്സും ഒരേ പ്രവേഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതിനാണ് ആക്കം കൂടുതൽ ഉണ്ടായിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 2000 കിലോഗ്രാം മാസുള്ള ബസ്സിനായിരിക്കും ആക്കം കൂടുതൽ. 45ാമത് ചോദ്യം. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ IAU ഏത് ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞയുടെ പേരാണ് HD 8601 എന്ന നക്ഷത്രത്തിന് നൽകിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, വിഭ ചൗധരി. 46ാമത് ചോദ്യം. ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ന്യൂട്രിനോ ഒബ്സർവേറ്ററി പ്രോജക്റ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി, തേനി. 47ാമത് ചോദ്യം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമം. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. 48ാമത് ചോദ്യം. ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്?
ഒരു മൂലകം ഏതെന്ന് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ഒരാറ്റത്തിലുള്ള ഏത് കണമാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രോട്ടോൺ. 49ാമത്തെ ചോദ്യം, അലുമിനിയത്തിൻ്റെ അയിരിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? അലുമിനിയത്തിൻ്റെ അയിരിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ലീച്ചിങ്. 50ാമത് ചോദ്യം, 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ഇവരിൽ ആർക്കാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജെന്നിഫർ ഡൗഡ്ന. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചവർ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജബ്ബർ എന്നിവർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 51ാമത് ചോദ്യം, ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് നൽകുന്നത് ഏത് മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ്? ഉത്തരം ഓപ്ഷൻ എ ശാസ്ത്രം. 52ാമത് ചോദ്യം, ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏതാണ്? ടിപ്പുവിന്റെ പടയോട്ടം ചുമർ ചിത്രമായി ചിത്രണം ചെയ്തിട്ടുള്ള പള്ളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കാഞ്ഞൂർ പള്ളി. 53ാമത് ചോദ്യം, ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ ആരൊരാളിതിൻ മാർഗം മുടക്കുവാൻ ദിഗ്വിജയത്തിനൻ സർഗശക്തിയ മിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വയലാർ രാമവർമ്മയുടെ ഈ കാവ്യശകലം ഏത് കവിതയിൽ നിന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി അശ്വമേധം. 54ാമത് ചോദ്യം, ടോക്കിയോ ഒളിമ്പിക്സ് 2020 തെറ്റായ പ്രസ്താവന ഏതാണ്? ടോക്കിയോ ഒളിമ്പിക്സ് 2020 തെറ്റായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണം നേടി, അത് ശരിയാണ്. ഭാരോദ്വഹനത്തിലെ 49 കിലോഗ്രാം വിഭാഗത്തിൽ മീരാഭായ് ചാനു വെള്ളി മെഡൽ നേടി, അത് ശരിയാണ്. PV സിന്ധുവാണ് ബാഡ്മിൻ്റണിൽ വെള്ളി നേടി തുടർച്ചയായ 2 ഒളിമ്പിക്സിൽ മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം, അതാണ് തെറ്റായിട്ടുള്ളത്. ഡോക്ടർ ഫൈൻ സി ദത്തനാണ് ബാഡ്മിൻ്റൺ മത്സരം നിയന്ത്രിക്കുന്നതിന് ഒളിമ്പിക്സ് അമ്പയർ പാനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യക്കാരനായ മലയാളി, അതും ശരിയാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 55ാമത് ചോദ്യം, കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്കും ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? കോവിഡ് വാക്സിൻ 100% ജനങ്ങൾക്കും ലഭ്യമാക്കിയ ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഭുവനേശ്വർ. 56ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയല്ലാത്ത ജോഡി? ഗദ്ദിക വയനാട്, അത് ശരിയാണ്. അർജുന നൃത്തം കോട്ടയം, അതും ശരിയാണ്. കണ്യാർ കളി പാലക്കാട്, അതും ശരിയാണ്. മാർഗം കളി തിരുവനന്തപുരം, അതാണ് തെറ്റായിട്ടുള്ളത്. മാർഗം കളി പ്രധാനപ്പെട്ട നൃത്തകലാരൂപം കോട്ടയം ജില്ലയിലാണ്. 57ാമത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? ഉത്തരം ഓപ്ഷൻ എ UA ഖാദർ. 58ാമത്തെ ചോദ്യം, അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് വധിക്കാനും സ്വകാര്യത ഉറപ്പാക്കാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതാണ്? അധ്യാപകർക്ക് കുട്ടികളുമായി നേരിട്ട് സംവദിക്കാനും സ്വകാര്യത ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സജ്ജമാക്കിയ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ജി സ്യൂട്ട്. 59ാമത് ചോദ്യം, ഒരു ഇൻ്റർനെറ്റ് റിസോഴ്സ് അഡ്രസ്സിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 60ാമത് ചോദ്യം, മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? മാക് അഡ്രസ്സിൽ എത്ര അക്കങ്ങളുണ്ട്? ഉത്തരം ഓപ്ഷൻ സി 12. 61ാമത് ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ മെമ്മറി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കഷെ. 62ാമത് ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി വിൻഡോസ്. 63ാമത് ചോദ്യം, ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്? ഇന്ത്യൻ IT ആക്ട് 2000 നിയമങ്ങളിൽ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏത് സെക്ഷനിലാണ്?
ഉത്തരം ഓപ്ഷൻ ബി 66F. 64-ാമത്തെ ചോദ്യം, 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? 2005 വിവരാവകാശ നിയമപ്രകാരം വിവരാവകാശ കമ്മീഷനിലെ കേന്ദ്ര അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള സമിതിയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, ലോക്സഭാ സ്പീക്കർ. 65-ാമത്തെ ചോദ്യം, ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉപഭോക്തൃ നിയമത്തിലെ ജില്ലാ ഉപഭോക്തൃ ഫോറവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയിൽ ഒന്നും ശരിയല്ല. 66-ാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് എതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? സ്ത്രീകൾക്ക് എതിരെയുള്ള ഗാർഹിക പീഡനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ നിയമിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, സംസ്ഥാന സർക്കാർ. 67-ാമത്തെ ചോദ്യം, 2007 മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും സംരക്ഷണ ചിലവിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള നിയമമനുസരിച്ച് വകുപ്പ് 7 പ്രകാരം രൂപീകരിക്കേണ്ട ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? തന്നിരിക്കുന്നത് ട്രിബ്യൂണൽ രൂപീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത് ശരിയാണ്. ട്രിബ്യൂണലിൻ്റെ അധ്യക്ഷൻ സബ് ഡിവിഷൻ ഓഫീസർ കുറയാത്ത പദവിയിൽ ഉള്ള ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. മേൽപ്പറഞ്ഞ ഉത്തരം എയും ബിയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 68-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ നിയമപ്രകാരം അതിൻ്റെ കമ്മീഷൻ രൂപീകരണവുമായി താഴെ പറയുന്നവയിൽ ശരിയായ ഉത്തരം ഏത്? കമ്മീഷൻ അധ്യക്ഷയെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് ശരിയാണ്. കമ്മീഷൻ അംഗങ്ങളിൽ പട്ടികജാതിയിൽ നിന്നും പട്ടികവർഗത്തിൽ നിന്നും ഉള്ള ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. അതും ശരിയാണ്. മേൽപ്പറഞ്ഞ 3 ഉത്തരങ്ങളും ശരിയാണ്. ഓപ്ഷൻ ഡി. 69-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവർക്ക് കാലാവധി വ്യത്യാസമില്ലാതെ 70 വയസ്സ് വരെ ആ പദവി തുടരാവുന്നതാണ്. അത് തെറ്റാണ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതാണ് കമ്മീഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നവരുടെ കാലാവധി. നിലവിൽ കമ്മീഷന്റെ അധ്യക്ഷൻ 2021 നിയമിതനായ ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ്. അത് തെറ്റാണ്. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. 2024 നിയമിതനായത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. മേൽപ്പറഞ്ഞ എയും ബിയും ശരിയല്ല. 70-ാമത്തെ ചോദ്യം, ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമമനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലൈംഗികാതിക്രമങ്ങളിൽ നിന്നും കുട്ടികൾക്കുള്ള സംരക്ഷണം ലഭിക്കുന്നതിനുള്ള നിയമമനുസരിച്ച് താഴെ പറയുന്ന 2 പ്രസ്താവനകൾ ശ്രദ്ധിച്ച ശേഷം ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഈ നിയമം അനുസരിച്ച് കുട്ടികൾ എന്ന് ഉള്ളതിൽ ആൺ പെൺ വ്യത്യാസമില്ല. അത് ശരിയാണ്. പ്രായം സംബന്ധിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നിർവചന പ്രകാരം അത് 16 വയസ്സിൽ താഴെയായിരിക്കണം. അത് തെറ്റാണ്. 18 വയസ്സിലാണ് താഴെയായിരിക്കേണ്ടത്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. പ്രസ്താവനകളിൽ 1 മാത്രമാണ് ശരിയായിട്ട് പറയുന്നത്. മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഉത്തരം മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. 71-ാമത്തേത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 72 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 73 ഓപ്ഷൻ എ ആണ് വരുന്നത്. 74-ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 75 ഓപ്ഷൻ സി ആണ്. 76 ഓപ്ഷൻ ഡി ആണ്. 77 ഓപ്ഷൻ ഡി ആണ്. 78 ഓപ്ഷൻ എ ആണ് വരുന്നത്. 79 ഓപ്ഷൻ സി ആണ് വരുന്നത്. 80 ഓപ്ഷൻ ബി ആണ് വരുന്നത്. 81-ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോയിങ് 4 പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ആൻഡ് റീഅറേഞ്ച് ദം ടു മേക്ക് എ മീനിങ്ഫുൾ സെൻറ്റൻസ്. ദെൻ ഐഡൻറ്റിഫൈ വിച്ച് പാർട്ട് ഷുഡ് കം സെക്കൻഡ് ഇൻ ദ സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ
പാർട്സുകൾ 4 ഓപ്ഷൻസായി തന്നിട്ടുണ്ട്. അവയിൽ രണ്ടാമത്തെ സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു ബി ഹ്യൂമൺ ഈസ് ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ദ വേൾഡ് എന്നാണ് സെൻറ്റൻസ് വരിക. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 82ാമത് ചോദ്യം, ഐഡൻറ്റിഫൈ ദ പാർട്ട് ഓഫ് ദ ഗിവൻ സെൻറ്റൻസ് വിച്ച് ഹാസ് എ ഗ്രാമാറ്റിക്കൽ ഇറർ ഇൻ ഇറ്റ്. തന്നിരിക്കുന്നത് ഐ വാണ്ട് ടു റീഡ് ആൻഡ് റൈറ്റ്, അത് ശരിയാണ്. സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ്, അതും ശരിയാണ്. ഹാവിങ് ദ ഷേഡോ ഓഫ് ദ അതേഴ്സ്, അതാണ് തെറ്റായിട്ടുള്ളത്. ബീയിങ് ദ ഷേഡോ ഓഫ് അതേഴ്സ് എന്ന് വരും. 83ാമത് ചോദ്യം, ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ഇൻ ടൈം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇഫ് ഷീ ഹാഡ് എ സ്കൂട്ടർ. 84ാമത് ചോദ്യം, ഇഷാൻ ആസ്ക്ഡ് ഹെർ വൈ ഡിഡിൻ യു ടെൽ മീ. ദിസ് സെൻറ്റൻസ് ക്യാൻ ബി റിപ്പോർട്ടഡ് ആസ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഇഷാൻ ആസ്ക്ഡ് ഹെർ വൈ ഷീ ഹാഡിൻറ്റ് ടോൾഡ് ഹിം. 85ാമത് ചോദ്യം, ദ ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദ പ്ലേയേഴ്സ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഫെയിലിയർ. 86ാമത് ചോദ്യം, ദ ഡാഷ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, വിറുലൻ്റ്. ദ വിറുലൻ്റ് ലുക്ക് ഓൺ ഹർ ഫേസ് വാസ് റിയലി ഷോക്കിംഗ്. വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ പരൂക്ഷമായി, അതായത് പക തോന്നിക്കുന്ന ലുക്ക് എന്നൊക്കെ പറയും. 87ാമത് ചോദ്യം, ഹിസ് ഡാഷ് വാസ് ദാറ്റ് ഹി വാസ് ഓൺ ബോർഡ് ദ ട്രെയിൻ അറ്റ് ദ ടൈം ഓഫ് ദ ക്രൈം. ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അലിബി. 88ാമത് ചോദ്യം, ഹി സാറ്റ് ദർ ഫോർ ഹവേഴ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, ഓൺ എൻഡ്. 89ാമത് ചോദ്യം, ഹർ ഹെൽത്ത് ഹാസ് ആൾവേസ് ബീൻ വെരി ഫ്രജൈൽ. പിക്ക് ഔട്ട് ദ വേർഡ് ദാറ്റ് ഈസ് സിമിലർ ഇൻ മീനിങ് ടു ദ അണ്ടർലൈൻ വേർഡ്. ഫ്രജൈലിൻ്റെ സിമിലർ വേർഡ് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫീബിൾ, വീക്ക് എന്നൊക്കെ പറയും. 90ാമത് ചോദ്യം, ഹി ഡിഡിൻ തിങ്ക് ഓഫ് ദ അൺവെൽക്കംഡ് കോൺസിക്വൻസ് ഫോർ ഹിസ് അൺവൈസ് ആക്ഷൻ. ഐഡൻറ്റിഫൈ ദ സിംഗിൾ വേർഡ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ്. അൺവെൽക്കം കോൺസിക്വൻസ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, റാമിഫിക്കേഷൻ. 91ാമത് ചോദ്യം, പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം എന്ത്? പ്രതിഗ്രാഹിക വിഭക്തിയുടെ പ്രത്യയം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ. 92ാമത് ചോദ്യം, വിൺ അധികം തലം വിണ്ടലം. ഏത് സന്ധിയാണ് ഇവിടെ വന്നത്? ഉത്തരം ഓപ്ഷൻ സി, ആദേശസന്ധി. 93ാമത് ചോദ്യം, ശരിയായ രൂപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മനുഷ്യത്വം. 94ാമത് ചോദ്യം, അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, പരസ്യം. 95ാമത് ചോദ്യം, അർത്ഥം എഴുതുക. അഹി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പാമ്പ്. 96ാമത് ചോദ്യം, ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആര്? ആനവാരി രാമൻ നായർ. ഉത്തരം ഓപ്ഷൻ എ, വൈക്കം മുഹമ്മദ് ബഷീർ. 97ാമത് ചോദ്യം, ആശാ മേനോൻ ആരുടെ തൂലികാ നാമമാണ്? ആശാ മേനോൻ ആരുടെ തൂലികാ നാമമാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കെ ശ്രീകുമാർ. 98ാമത് ചോദ്യം, എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, രണ്ടാമൂഴം. 99ാമത് ചോദ്യം, ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി ഏതാണ്? ലയൺസ് ഷെയർ. ഉത്തരം ഓപ്ഷൻ സി, സിംഹഭാഗം. 100ാമത്തെ ചോദ്യം, ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം എന്ത്? ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം. ഉത്തരം ഓപ്ഷൻ എ, കളത്രം. ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മാർക്കും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.